പിന്നെ പലരുടെയും സംശയമാണ് ഇതൊരുപാടങ്ങ് നട്ടുപിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഇതിന് വിപണന സാധ്യതയുണ്ടോയെന്ന്. ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇത് നമ്മൾ കണ്ടോ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കറ്റാർ വാഴ. അപ്പോൾ ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കറ്റാർ വാഴ. പല ആളുകളും കറ്റാർ വാഴ കൊണ്ട് വെക്കുകയെന്ന് അതുപോലെ തന്നെ മുരടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് അതുപോലെ ഒരുപാട് കുഞ്ഞു തൈകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല ജെല്ലിയായിട്ട് നല്ല വലുപ്പത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് എന്തൊക്കെ കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. കണ്ടോ നമ്മളുടെ ഓരോ കറ്റാർവാഴ, നമ്മളിവിടെ ഒരു 4 കറ്റാർവാഴയുടെ തൈ, അതും ഇതുപോലെ ചെറുതായിട്ടുള്ള ഒരു തൈ കൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ കണ്ടോ അതിന് ചുറ്റും കുഞ്ഞു തൈകളും വന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവച്ച തൈ നല്ല രീതിയിൽ നമുക്കറിയാം, നിങ്ങൾക്ക് നേരത്തെ അറിയാം, നമ്മളിവിടെ ഒരുപാട് പ്രാവശ്യം അലോവേരയുടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള തൈകൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി നട്ടതാണ്. അന്ന് നമ്മൾ കൊട്ടയിലും ചാക്കിലും ഒക്കെ ആയിട്ടാണ് വെച്ചത്. ഇന്ന് കണ്ടോ നമ്മൾ ചെറിയതായിട്ട് നമ്മളുടെ ഇവിടെ ഒരു കെട്ടിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള കെട്ടിനകത്തോ ചാക്കിനകത്തോ ബക്കറ്റിനകത്തോ ഒക്കെ നമുക്കിതിനെ വെക്കാം. അതുപോലെ അലോവേര ഒരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ്. അപ്പം നമുക്ക് എളുപ്പം ഒന്ന് പിടിച്ച് കിട്ടിയാൽ ഈസി ആയിട്ട് നമുക്കിതിനെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം. ഇനി നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. നമ്മുടെ വീട്ടിൽ അലോവേര വളർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് പ്രത്യേകിച്ച് നമ്മളെ സ്ത്രീകൾക്ക് അറിയാവുന്ന കാര്യം. കാരണം ബ്യൂട്ടി ആവശ്യങ്ങൾക്കാണെന്ന് പറഞ്ഞാലും അതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനൊക്കെ ആണെങ്കിലും നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ റോസ് പ്ലാന്റ് ഒക്കെ വളർത്തുന്നവർക്ക് അത് പിടിപ്പിച്ചെടുക്കാൻ അതിൻ്റെ ഒരു കമ്പ് കിട്ടിയാൽ പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിനകത്തോട്ട് ഒരു കമ്പ് കുത്തി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് മണ്ണിലൊന്ന് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് തന്നെ വേര് പിടിച്ച് കിട്ടും. ആ റൂട്ടിംഗ് ഹോർമോണിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ നമ്മളുടെ ഓരോ ലീഫിൻ്റെയും വണ്ണം കണ്ടോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിനകത്ത് നിറച്ച് ജെല്ലാണ്. അപ്പോൾ ആ ജെല്ലിൻ്റെ പ്രാധാന്യം, ഇതിനകത്ത് നിറച്ച് ആ പ്രോട്ടീനും, ഹൈ റിച്ച് പ്രോട്ടീനും വൈറ്റമിൻസും അമിനോ ആസിഡും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ഈ ഒരു മൂട് നമ്മുടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 5 വർഷം വരെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വിളവെടുക്കുന്ന രീതി എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ കുറച്ച് പഴകിയ പോലെ നിൽക്കുന്നതുണ്ടോ, ഇങ്ങനെ നമ്മളുടെ ചെടിയിൽ ഇലകൾ വരാൻ പാടില്ല. ഞാനിത് നേരത്തെ അടുത്താത്തതിൻ്റെ കാര്യം നമ്മൾ വീഡിയോ കാണിക്കേണ്ടത് കൊണ്ടാണ്. ഓരോ പ്രാവശ്യവും അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമ്മളിത് വെടി വെച്ച് ഇതിനെ ഇങ്ങനെ അടത്തിയെടുക്കണേ. അപ്പം ഇവിടുന്ന് ഒരു വെള്ള കളറിൽ ഇവിടെ ലാസ്റ്റിലൊരു ചെറിയ തണ്ട് പോലെ ഉണ്ട്. അത് വെച്ച് കൊടുത്താൽ നമുക്കിതിനെ പിടിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ ഈ കുഞ്ഞു തൈകൾ വെച്ച് കൊടുത്തും നമുക്ക് പിടിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ തൈകൾ ഒത്തിരി പൊട്ടി വരണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ പ്രധാന കാര്യം തന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സാണ്. ആ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ലൂസുള്ളതായിരിക്കണം. ആ ലൂസ് മാത്രം പോരാ, അതിനകത്ത് നമുക്ക് കുറച്ച് വളങ്ങൾ ചേർത്ത് നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ ഈ ചെടിയിൽ നിന്ന് ഒരുപാട് ദൂരെ അതിൻ്റെ ഒരു കുഞ്ഞു തൈ വരുന്നതുണ്ടോ, അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടിയാണ് ഈ തൈ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വേര് വരികയും ആ വേരിൽ നിന്ന് പൊട്ടി തൈകൾ വരികയും ചെയ്യണമെങ്കിൽ കല്ലും മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലാമായിട്ട് മിക്സ്, കരിയില പൊടിച്ചതും ഇട്ട് കൊടുക്കാവേ. വളരെ ലൂസായിട്ടുള്ള, നമ്മുടെ കയ്യിൽ ലൂസാക്കാൻ പറ്റുന്ന ഏത് പോട്ടി മിക്സ് ഉണ്ടോ അതെല്ലാം ഇട്ട് നമുക്ക് നടാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നിറച്ച് പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള നല്ല വളങ്ങൾ, അതായത് പഴത്തൊലി, പിന്നെ നമ്മുടെ സവോളയുടെ തൊലി, അതുപോലെ കൂമ്പിൻ്റെ തൊലി, ഇതെല്ലാം കൂമ്പിൻ്റെ പോള, ഇതെല്ലാം അരിഞ്ഞിട്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴത്തേന് ഇതിൻ്റെ കൂട്ടത്തിലിടണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാൽസ്യം, അതായത് മുട്ടത്തോട് പൊടിച്ചതിട്ട് കൊടുക്കുകയാണെന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഇലച്ചെടികൾ വളരുന്നതിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം നൈട്രജനാണ്. എന്നാൽ കറ്റാർ വാഴയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നത് പൊട്ടാസ്യം തന്നെയാണ്. അപ്പം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഏത് തരം വളങ്ങളും, പ്രത്യേകിച്ച് ഏറ്റവും നല്ലത് നമ്മളുടെ പഴത്തൊലി പുളിപ്പിച്ചൊഴിച്ച് കൊടുക്കുന്നതാണ്. അത് അങ്ങനെ പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള തിക്കായിട്ടുള്ള വലിയ ലീഫുകൾ കിട്ടത്തുള്ളൂ.
അപ്പോൾ ഇപ്പോൾ പുളിപ്പിച്ചൊഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ ഓരോ പ്രാവശ്യവും പഴമൊക്കെ കഴിച്ചതിന് ശേഷം വരുന്ന പഴത്തൊലി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇത് ചുവട്ടി ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റി മണ്ണ് മൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് ആവശ്യത്തിനുള്ള വളമായിട്ട് വലിച്ചെടുത്തോളും. പിന്നെ അതുപോലെ എല്ലാവരുടെയും സംശയമാണ് ഇതുകൊണ്ട് ഇതിൻ്റെ അറ്റം ഇതുപോലെ കരിഞ്ഞു വരിക അല്ലെന്നുണ്ടെങ്കിൽ യെല്ലോ കളറിൽ വരിക. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജലാംശം കുറയുവാണ്. ഇതിന് പൊട്ടാസ്യത്തിൻ്റെ ഇത് കിട്ടിയെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വരത്തുള്ളൂ. പൊട്ടാസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് അതും ഉണ്ടാകുന്നത്. അപ്പം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. പിന്നെ കറ്റാർവാഴ നടുമ്പോൾ ആഴത്തിൽ ഇറക്കി വെച്ച് നടരുത്. നട്ടുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിന്ന് വേര് താഴോട്ട് അങ്ങ് പോയി അത് ആ ഒറ്റ ഒരു ചെടിയായിട്ട് അവിടെ നിൽക്കും. കുറച്ച് മുകളിൽ പൊക്കി വെച്ച് വേണം നടാൻ. എങ്കിൽ മാത്രമേ അവിടെ നിന്ന് വരുന്ന വേരുകൾ സ്പ്രെഡായിട്ട് പുതിയ പുതിയ തൈകൾ വരത്തുള്ളൂ. അപ്പം പിന്നെ നമുക്ക് ഇത് എപ്പോഴും വെള്ളം വേണ്ടുന്ന സാധനമൊന്നും അല്ല. ഇതിൻ്റെ ചുവട്ടിലൊരു ജലാംശം നിലനിൽപ്പുണ്ടോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ജലം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിപ്പോയാൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരുപാട് സൂര്യപ്രകാശം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല സൂര്യപ്രകാശത്തിലാണ് നിൽക്കുന്നതെങ്കിലും കുഴപ്പമില്ല. കറ്റാർവാഴ ഉഷ്ണമേഖലാ ചെടിയാണ്. അതുകൊണ്ട് തന്നെ പറയുകയാണ് ഇത് നമ്മൾ കള്ളിമുള്ളിൻ്റെയൊക്കെ ഒരു വിഭാഗത്തിൽ വരുന്ന ചെടിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഉത്തര വെയിലാണെങ്കിലും നിർത്തുന്നതിന് പാടൊന്നുമില്ല. ചിലരുടെ വിചാരമുണ്ട് ഇതിൻ്റെ അറ്റം എല്ലാം കരിഞ്ഞ് വരുന്നത് ഓവർ വെയിലായിട്ടാണോ എന്ന്. അത് പൊട്ടാസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യവും പറഞ്ഞല്ലോ, നമുക്ക് ഇതിനകത്ത് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം കൊടുത്താൽ മതി. പിന്നെ വളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ എപ്പോഴും ഒത്തിരി ചാണകപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. മാസത്തിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ വല്ല ഓരോ പിടി വീതം ചാണകപ്പൊടി ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മറ്റ് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും വളം. പിന്നെ സ്ഥിരമായിട്ട് ഇതിന് വേണ്ടുന്നത് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ ചില ആളുകൾ പറയാറുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇലകൾ ഇതുപോലെ അഴുകി വീണു പോകാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, പോട്ടി മിക്സിൻ്റെ അടുത്ത് ഒരുപാട് താഴ്ത്തി നടുമ്പോഴാണ് ഇത് നമ്മൾ തൈകൾ വന്നാണല്ലോ അതിൻ്റെ ഏറ്റവും ആദ്യം വന്നിട്ടുള്ള ലീഫുകളാണ് ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത്. അപ്പം നമ്മളത് പെട്ടെന്ന് തന്നെ അതിനെ മാറ്റി നടുക. ഈ ഒത്തിരി അടുത്ത് മണ്ണിനോട് ചേർന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇത്തരം ഭാഗം അഴുകി പോകുന്നത് കണ്ടോ. അതുപോലെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ വിളവെടുപ്പ്. നമുക്ക് നട്ട് ഏകദേശം ഒരു 4 മാസം കഴിയുമ്പോൾ തൊട്ട് നമുക്കിതിൻ്റെ വിളവെടുക്കാം. ഞാനിത് നട്ട് പുതിയ ലീഫ് വരുന്നതിനനുസരിച്ച് എടുക്കുമായിരുന്നു. അപ്പോൾ ഈ ലീഫുകൾ ചോട്ടിൽ നിന്ന് എടുത്തെടുത്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു കറ്റാർവാഴ ചെടി നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വരത്തുള്ളൂ. അപ്പം ഈ പുതിയതായിട്ട് വരുന്ന തണ്ടുകളെല്ലാം പിന്നെ അതിൻ്റെ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴത്തേത് എടുത്തെടുത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൺജസ്റ്റഡ് ആയിട്ട് പോയിട്ട് ഈ വരുന്ന ഓരോ തണ്ടിനും കട്ടിയില്ലാതെ വരും. അപ്പം നമ്മൾ വിളവെടുപ്പ് ഒരു പ്രധാന ഘടകമാണ്. ഒരു 5 വർഷം വരെ നമുക്കൊരു ചെടിയെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ് പ്രോപ്പറായിട്ട് വിളവെടുത്താൽ. അതുപോലെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിതിന് വളം കൊടുക്കണം. വളം കൊടുത്തതിന് ശേഷമാണ് പ്രധാനമായിട്ടും ഈ വേരിൽ നിന്നൊക്കെ തൈ പൊട്ടുന്നതായിട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു വളം കൊടുത്ത് ഒരു 3 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്കറിയാം, അതിൻ്റെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇളകിയ പോട്ടി മിക്സിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൈ പൊട്ടി വരുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ പലരുടെയും സംശയമാണ് ഇതൊരുപാടങ്ങ് നട്ടുപിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഇതിന് വിപണന സാധ്യതയുണ്ടോയെന്ന്. നമ്മൾ സ്ഥിരമായിട്ട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് മുമ്പിലായിട്ടൊരു ചേച്ചി അവിടെ നിന്ന് സ്ഥിരമായിട്ട് ഇത് വിൽക്കുന്നത് കാണാം. അവിടെ നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുവാണെങ്കിൽ 50 രൂപയാണ് ഒരു തൈയുടെ വില. നമ്മൾ എന്ന് ചെന്ന് നോക്കിയാലും അവിടെ തൈകൾ വിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത്രമാത്രം തൈകൾ ചേച്ചി ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന്. എന്നും തൈകൾ കൊണ്ട് എല്ലാം നല്ല രീതിയിൽ വിറ്റ് പോകുന്നുമുണ്ട്. അങ്ങാടി കടയിലും ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും പ്രത്യേകിച്ച് എണ്ണ കാച്ചുന്ന സ്ഥലങ്ങളൊക്കെയാണ്, അവർക്കൊക്കെ ഇതിൻ്റെ ആവശ്യം വളരെയാണ്. അങ്ങനെയുള്ളിടത്തൊക്കെ ചോദിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധനം പെട്ടെന്ന് നമുക്ക് വിറ്റഴിച്ച് പോകാനായിട്ടും പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്ത് മറ്റു സുഹൃത്തുക്കളിലും എത്തിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.